തൃശൂർ വലപ്പാട്ടെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതി ധന്യ മോഹനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. കേസിൽ ധന്യ മോഹന്റെ ബന്ധുക്കളെയും പ്രതിയാക്കിയേക്കുമെന്നാണ് സൂചന. പണമിടപാടുകൾ നടന്ന ധന്യയുടെയും ഭർത്താവിന്റെയും പിതാവിന്റെയും പേരിലുള്ള 8ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു തട്ടിപ്പാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ ഇതിനോടകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്? എപ്പോഴാണ് വിശദമായ ചോദ്യം ചെയ്യൽ? ലക്ഷ്മി, പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 8 സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തിയത്. ഒരു സംഘം ഉദ്യോഗസ്ഥർ പ്രതിയെ കണ്ടെത്തുന്നതിനും മറ്റുമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയതെങ്കിൽ മറ്റ് സംഘങ്ങൾ പ്രധാനമായി ഈ ധനകാര്യ സ്ഥാപനം നടത്തി വന്ന സാമ്പത്തിക ഇടപാടുകളും പ്രതി ഈ അക്കൗണ്ടുകൾ മുഖേന നടത്തിയ തട്ടിപ്പും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണങ്ങൾ നടത്തിയത്. ഓഡിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെതടക്കമുള്ള റിപ്പോർട്ടുകൾ ഇനിയും അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായിട്ടുള്ള ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2019 മുതൽ 2024 വരെയുള്ള കാലയളവിലായി ഇതിനോടകം തന്നെ 8000 തവണകളിലായിട്ടാണ് പ്രതി സാമ്പത്തിക ക്രമക്കേടുകൾക്കായി അക്കൗണ്ടിൽ ട്രാൻസാക്ഷനുകൾ നടത്തിയിരിക്കുന്നത്. പ്രതിക്ക് മാത്രം സ്വന്തമായി വ്യാജ അക്കൗണ്ടുകൾ സഹിതം 5 അക്കൗണ്ടുകളാണ് ഉള്ളത്. ബന്ധുക്കളായ അച്ഛന്റെയും ഭർത്താവിന്റെയും അടക്കം മറ്റ് 3 അക്കൗണ്ടുകൾ സഹിതം 8 അക്കൗണ്ടുകൾ സാമ്പത്തിക ക്രമക്കേടുകൾക്കും തിരിമറികൾക്കുമായി പ്രതി ഉപയോഗിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വിവിധ കാലഘട്ടങ്ങളിലായിട്ട് 19 കോടിയിൽ പരം രൂപയാണ് ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓൺലൈൻ റമ്മി അടക്കമുള്ള വിനോദങ്ങൾക്കായും പ്രതിയായിട്ടുള്ള ധന്യ മോഹൻ പണം ചിലവഴിച്ചതായിട്ട് പോലീസിന് രേഖകൾ കണ്ടെത്താനായിട്ടുണ്ട്. ഈ പ്രതിയുടേതടക്കമുള്ള ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ പോലീസ് ഫ്രീസ് ചെയ്തിരുന്നു. ബാങ്കുകൾക്ക് അത് സംബന്ധിച്ച് അത്തരം ഫ്രീസിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകിയിരുന്നു. മറ്റ് തുടർ നടപടികൾ സംബന്ധിച്ചാണ് പോലീസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പ്രതി ഒറ്റയ്ക്കാണോ ഈ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ അക്കാര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. കാരണം ബന്ധുക്കളുടെ അടക്കമുള്ള അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് ഇവരും സാമ്പത്തിക ഇടപാടുകളിൽ പ്രതികളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ മുൻനിർത്തിയുള്ള തെളിവ് ശേഖരണവും പരിശോധനകളും പൂർത്തിയാക്കിയതിനു ശേഷം ഈ മറ്റുള്ള ആളുകളെയും ധന്യയുടെ ഭർത്താവ് വിമലിനെയും പിതാവിനെയും അടക്കം പ്രതി ചേർക്കുന്നതിനുള്ള സാധ്യതകളിലേക്ക് കൂടി പോലീസ് കടക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇന്ന് വിശദമായി പ്രതിയെ ചോദ്യം ചെയ്യും. ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്തുമെന്നുള്ള സൂചനകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ധനകാര്യ സ്ഥാപനത്തിലെത്തിച്ച് ധന്യയെ തെളിവെടുക്കാനാണ് സാധ്യത. ജില്ലാ റൂറൽ SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിലാകും പ്രതിയെ ചോദ്യം ചെയ്യുക എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ കൊല്ലത്തു നിന്നും അറസ്റ്റ് ചെയ്ത പ്രതിയുമായി ഇന്ന് പുലർച്ചെ മാത്രമാണ് പോലീസ് സംഘം വലപ്പാട്ടിലേക്ക് എത്തിയത്. പ്രതികളെ താമസിപ്പിക്കുന്ന പ്രത്യേക കേന്ദ്രത്തിൽ ധന്യയെ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് 11:30യോടുകൂടിയാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് കൊടുങ്ങല്ലൂർ DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ നടക്കും. മറ്റ് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന നടപടികളിലടക്കം ഇതിനോടകം പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതികളെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചായിരിക്കും ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ അടുത്ത ഘട്ട നീക്കങ്ങളുടെ ഭാഗമായി നടക്കാൻ പോകുന്ന നടപടികൾ. ലക്ഷ്മി, തൃശൂരിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി ധന്യ മോഹനെ ഇന്ന് വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. കേസിൽ ധന്യ മോഹന്റെ ബന്ധുക്കളെയും അച്ഛൻ, ഭർത്താവ് എന്നിവരടക്കം ബന്ധുക്കളെയും പ്രതിയാക്കിയേക്കും എന്നാണ് ഇപ്പോൾ സൂചന. അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നാണ് തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്.